അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 46-ാം സങ്കീർത്തനം 1-ാം വാക്യം നമുക്ക് വായിക്കാം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. ഏദൻ തോട്ടത്തിൽ ദൈവം തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും ആദാമിനെ സൃഷ്ടിച്ചു. ഭൂമി മുഴുവൻ നിറയുവാനും ഭൂമിയെ അടക്കി വാഴുവാനും ആദാമിനെ ദൈവം നിയമിച്ചു. ദൈവത്തിൻ്റെ രൂപവും സാദൃശ്യവും വഹിക്കുന്നവനാകയാൽ ദൈവത്തെ കാണുന്നത് പോലെ തന്നെയായിരുന്നു ആദാമിനെ കാണുമ്പോൾ തോന്നുക. അത്രമാത്രം തേജസ്സുള്ളവനായി മണ്ണുകൊണ്ടുള്ള ആദാമിനെ ദൈവം തീർത്തു. യഹോവയുടെ ആലയത്തിലെ അതിവിശുദ്ധ സ്ഥലത്ത് സൂക്ഷിച്ചിരുന്ന പെട്ടകം ഖദിരമരം കൊണ്ടായിരുന്നെങ്കിലും അതിനെ പൊന്ന് പൊതിഞ്ഞിരുന്നത് പോലെ മണ്ണുകൊണ്ടുണ്ടാക്കിയ ആദാമിനെ ദൈവം തൻ്റെ മഹത്വം അണിയിച്ചു. അപ്രകാരം മഹത്വം പ്രാപിച്ചവനായ ആദാമിനെയും ഹവ്വായെയും സർപ്പം ഉപായത്താൽ ചതിച്ചു. ദൈവത്തെപ്പോലെ ഇരുന്നിരുന്ന ആദാമിനെയും ഹവ്വായെയും പറഞ്ഞു പറ്റിച്ച് ഇന്ന് നാം കാണുന്ന മനുഷ്യരെ പോലെ ആക്കി തീർത്തു. ദൈവമഹത്വം നഷ്ടപ്പെട്ട മനുഷ്യരെയാണ് ഇന്ന് നാം കാണുന്നത്. ദൈവമായിരുന്നു അവരുടെ സർവസ്വവും. എന്നാൽ ദൈവത്തിൻ്റെ വാക്ക് അവർ അനുസരിക്കാതെ സർപ്പത്തിൻ്റെ വാക്ക് അനുസരിച്ചതിനാൽ ദൈവത്തിൻ്റെ രൂപവും സാദൃശ്യവും ദൈവത്തിൻ്റെ വിശുദ്ധിയും അവർക്ക് നഷ്ടമായി. എന്നാൽ ദൈവം കരുണയുള്ള പിതാവ് ആകയാൽ ആദാമിനെ വീണ്ടും അന്വേഷിച്ച് അവനെ കണ്ടെത്തി അവനെ ആശ്വസിപ്പിച്ചു. ക്രിസ്തുവിന് അവർക്ക് വാഗ്ദാനം നൽകി. യേശു ക്രിസ്തു അവർക്കും നമുക്കും വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. അവൻ മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു സ്വർഗാരോഹണം ചെയ്ത പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്തുകൊണ്ടിരിക്കുന്നു. അറിയാതെ ചെയ്യുന്ന പാപങ്ങൾക്ക് അവൻ ഇന്നും പരിഹാരം വരുത്തിക്കൊണ്ടിരിക്കുന്നു. പഴയ നിയമത്തിൽ സങ്കേത നഗരങ്ങളുണ്ടായിരുന്നു. അറിയാതെ കൊല ചെയ്യുന്നവർക്ക് ഓടി അവിടെ കയറി രക്ഷ പ്രാപിക്കാം. ഇന്ന് നമുക്കൊരു സങ്കേത നഗരമാണ് കർത്താവായ യേശു ക്രിസ്തു. നാം വായിച്ചു കേട്ട വാക്യത്തിൽ പറയുന്ന കാര്യങ്ങൾ, യഹോവ നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാകുന്നു അവൻ എന്നാണ്. കോർഹിപുത്രന്മാരുടെ ഒരു സങ്കീർത്തനമാണ് ഇത്. അവർക്ക് മാത്രമല്ല, ഇന്ന് ഈ സങ്കീർത്തനം കേൾക്കുന്ന, ഈ വാക്യം കേൾക്കുന്ന സകലർക്കും ഒരുപോലെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. ജീവിത ക്ലേശങ്ങളിൽപ്പെട്ട് ഉഴലുമ്പോൾ നമ്മിലറിയാതെ വരുന്ന തെറ്റുകൾക്ക് ശാശ്വത പരിഹാരം വരുത്തുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. യേശുവാകുന്ന സങ്കേതത്തിലേക്ക് ഓടിച്ചെന്ന് നമുക്ക് അഭയം പ്രാപിക്കുവാൻ തക്കവണ്ണം കരുണയുള്ള കർത്താവായ യേശു ക്രിസ്തു. മറ്റാര് സങ്കേതം തന്നാലും ഒടുവിലവർ വാക്കുമാറും. നാം പ്രതിസന്ധിയിലാവുകയും ചെയ്യും. യേശുവാകുന്ന സങ്കേത നഗരം ആർക്കെതിരെയും വാതിൽ അടയ്ക്കുകയില്ല. യേശു പറഞ്ഞു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല, കൈവിടുകയുമില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ധൈര്യത്തോടെ യേശു കർത്താവിൻ്റെ പാദപീഠം അണയൂ. അവൻ ലജ്ജിപ്പിക്കുന്നവനല്ല. അതാണ് യേശു എന്ന സങ്കേത നഗരത്തിൻ്റെ പ്രത്യേകത. യേശുവിൻ്റെ അടുക്കൽ ചെന്നു കഴിഞ്ഞാൽ സന്തോഷത്തിനോ സമാധാനത്തിനോ അല്പം പോലും മുട്ട് ഉണ്ടാവുകയില്ല. കാരണം യേശുവിൻ്റെ അടുക്കൽ സമാധാനവും സന്തോഷ പരിപൂർണതയുമുണ്ട്. അവിടെ ചെന്നിട്ട് നിരാശപ്പെടേണ്ട സാഹചര്യം ഇന്ന് വരെ ആർക്കും ഉണ്ടായിട്ടില്ല. നിരാശ മാറുന്ന ഇടമാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധി. പ്രത്യാശ തരുന്ന വാക്കുകളാണ് യേശുവിൽ നിന്നും ഉയരുന്നത്. കുരിശിൽ കിടക്കുന്ന സമയത്ത് പോലും മാനസാന്തരപ്പെട്ട കള്ളനോട് പറഞ്ഞത്, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും എന്നാണ്. അതെ, യേശു പ്രത്യാശയുടെ വാക്ക് വെറുമക്കായി പറയുകയല്ല, അവൻ്റെ വചനം പ്രമാണിക്കുന്നവർക്ക് പറുദീസ കൊടുക്കുക തന്നെ ചെയ്യുന്നവനാണ്. ഇന്നും ആത്മഹത്യയ്ക്ക് ഒരുങ്ങി നിൽക്കുന്ന അനേകരെ മരണത്തിൻ്റെ കരാളഹസ്തത്തിൽ നിന്നും രക്ഷിച്ച് ദൈവിക സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും നയിക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. ആ യേശുവെങ്കിലും സന്തോഷം, അഥവാ യഹോവയെങ്കിലും സന്തോഷം നമ്മുടെ ബലം ആകുന്നുവല്ലോ എന്ന് നെഹമ്യാവിൻ്റെ പുസ്തകം 8-ാം അധ്യായം 10-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. തന്നെയുമല്ല, യഹോവ
അഥവാ കർത്താവായ യേശു ക്രിസ്തു കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഭാര്യയും ഭർത്താവും തക്കതായ തുണയായിരിക്കുവാനാണ് യഥാർത്ഥത്തിൽ വിവാഹം കഴിക്കുന്നത്. കുടുംബജീവിതം പരസ്പരം സഹായത്തിനും ദൈവനാമ മഹത്വത്തിനും ആശ്വാസത്തിനും ഉള്ളതാണ്. അലച്ചിൽ മാറി വിശ്രമിക്കുവാനുള്ള ഒരു ഇടമാണ് നമ്മുടെ ഭവനം. എത്രമാത്രം ദൂരെ പോയി ജോലി ചെയ്താലും വൈകുന്നേരമാകുമ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും അവരവരുടെ ഭവനങ്ങളിൽ മടങ്ങിയെത്തും. മടങ്ങിച്ചെല്ലുവാൻ കഴിയാത്ത അത്രയ്ക്ക് ദൂരത്താണെങ്കിൽ തൻ്റെ ഭവനത്തിൽ തന്നെ നോക്കിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ വിളിച്ച് ക്ഷേമം അന്വേഷിക്കാതിരിക്കുവാൻ കഴിയുകയില്ല. തക്കതായ തുണ വളരെ പ്രധാനമാണ്. പക്ഷികൾക്കും മൃഗങ്ങൾക്കും തുണയല്ല, ഇണയാണുള്ളത്. എന്നാൽ ദൈവം മനുഷ്യനെ തുണയെ ആണ് കൊടുത്തിരിക്കുന്നത്. ഏത് പ്രതിസന്ധിയിലും തൻ്റെ തുണ തൻ്റെ സമീപത്ത് തന്നെ ഉണ്ടാകും, അഥവാ ഉണ്ടാകണം. വളരെ പ്രായം ചെന്ന ഒരു അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും ഒരു സംഭവം ഒരു ദേവദാസൻ്റെ പ്രസംഗത്തിൽ നിന്നും കേട്ടത് ഇവിടെ ഞാൻ പ്രസ്താവിക്കുകയാണ്. മക്കളെല്ലാം വിദേശത്താണ്. നടക്കുവാൻ കഴിയാത്ത പിതാവിനെ നടക്കുവാൻ കഴിയാത്ത തൻ്റെ ഭാര്യ വളരെ പ്രയാസത്തോടെ ബാത്റൂമിൽ കൊണ്ടുപോയി. ഡോർ കുറ്റിയിടരുതെന്ന് പറഞ്ഞതാണ്. അപ്പച്ചൻ അറിയാതെ കുറ്റിയിട്ടു. അല്പസമയം കഴിഞ്ഞപ്പോൾ വലിയൊരു ശബ്ദം കേട്ടു. അപ്പച്ചൻ വീണതാണ്. ഡോർ അകത്തുനിന്നും കുറ്റിയിട്ടിരിക്കുന്നതിനാൽ അമ്മച്ചിക്ക് സഹായിക്കുവാൻ കഴിയുന്നില്ല. അപ്പച്ചൻ ബാത്റൂമിനകത്ത് കിടന്ന് കരയുന്നു, അമ്മച്ചി ബാത്റൂമിൻ്റെ പുറത്തു നിന്ന് കരയുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ആ ദേവദാസൻ പറഞ്ഞില്ല. ഒരു കാര്യം സത്യം, തക്കതായ തുണയായിരുന്നെങ്കിലും സഹായിപ്പാൻ ആഗ്രഹമുണ്ടായിട്ടും അതിന് കഴിയാതെ ആ മാതാവ് കരയുകയാണ്. നമ്മെ സഹായിക്കുവാൻ ഉത്തരവാദപ്പെട്ടവർക്ക് അവസരമുണ്ടാകുവാൻ നാം പ്രാർത്ഥിക്കണം. ഭാര്യാഭർത്താക്കന്മാർക്കോ കുഞ്ഞുങ്ങൾക്കോ ചിലപ്പോൾ ആഗ്രഹമുണ്ടായാലും സാധിക്കുവാൻ പറ്റാത്ത സാഹചര്യമുണ്ടാകാം. എന്നാൽ ഏത് സാഹചര്യത്തിലും ഓടി വന്ന് സഹായിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തിയെ പ്രപഞ്ചത്തിലുള്ളൂ. അവനാണ് കർത്താവായ യേശു ക്രിസ്തു. കോരഹിൻ്റെ കഠിനമായ പാപത്തിൻ്റെ ശിക്ഷയായി കോരഹിനെയും അവൻ്റെ മക്കളെയും ഭാര്യയെയും അവനുള്ളതൊക്കെയും നശിപ്പിക്കുവാൻ ദൈവം ഭൂമിയെ പിളർന്നപ്പോൾ കോരഹിൻ്റെ പാപത്തിൽ പങ്കുകൊള്ളാതിരുന്ന അവൻ്റെ മക്കൾ കൽപ്പന പുറപ്പെടുവിച്ച യഹോവയുടെ ആലയത്തിലേക്ക് തന്നെ ഓടുകയാണ്. ഓടിച്ചെന്നവർ യാഗപീഠത്തിൻ്റെ കൊമ്പുകളെ പിടിച്ചു. അവരെ രക്ഷിക്കുവാൻ ആർക്കും കഴിയാതിരുന്ന സമയത്ത് ദൈവം തന്നെ ആ കുഞ്ഞുങ്ങളെ രക്ഷിച്ചു. അവരുടെ പിതാവിനുള്ള ശിക്ഷയിൽ അവർക്ക് ശിക്ഷ കൊടുക്കാതെ ദൈവം രക്ഷിച്ചു. 91 സങ്കീർത്തനം 15 വാക്യത്തിൽ കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ നാമത്തെ അറിയുന്നവരോടും ദൈവത്തോട് പറ്റിയിരിക്കുന്നവരോടും കൂടെ അവരുടെ കഷ്ടകാലത്ത് ഇരിക്കുമെന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്ന തൻ്റെ മക്കൾക്ക് അവരുടെ കഷ്ടകാലത്ത് ദൈവം അവരോട് കൂടെ ഇരിക്കുകയും അവരെ കഷ്ടത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യും നിശ്ചയം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ഈ വാഗ്ദാനം നമുക്ക് ദൈവത്തിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ആകയാൽ ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തി ജീവിച്ചുകൊണ്ട് നമുക്കും ഈ ഭൂമിയിൽ ജ്യോതിഷികളെ പോലെ തിളങ്ങുകയും നിത്യജീവനാവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ കഷ്ടത്തിലായിരിക്കുന്നുവെങ്കിൽ അങ്ങ് അവർക്ക് ആശ്വാസം കൊടുക്കണമേ. വാർദ്ധക്യത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ വീഴാതെ വണ്ണം താങ്ങണമേ. അവർക്ക് ധൈര്യം കൊടുക്കണമേ, പ്രത്യാശ കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. അങ്ങയുടെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് നിത്യജീവനാവകാശികളായി തീരുവാൻ അടിയനെ കേൾക്കുന്ന അങ്ങയുടെ മക്കളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.